നമസ്കാരം. ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ റിവിഷൻ ക്ലാസ്സിൽ നമുക്ക് മൂന്നാമത്തെ ചാപ്റ്റർ, വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻകം ഫ്രം സാലറീസ് നോക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇൻകം ഫ്രം സാലറീസ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് ഇതിൽ അലവൻസ് വരെ ഉണ്ടാവുള്ളൂ. അടുത്ത ഭാഗത്തായിരിക്കും നമ്മൾ പെർക്വിസിറ്റ്സും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സും പിന്നെ പെൻഷൻ സ്കീമും ഒക്കെ അടുത്ത ഭാഗത്തായിരിക്കും വരുന്നത്. ഓരോ ഭാഗങ്ങളായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് വെറും അലവൻസിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആസ് പെർ സെക്ഷൻ 14 ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട്, സെക്ഷൻ 14 പ്രകാരം, ഇൻകം ടാക്സ് ആക്ട് 14 പ്രകാരം ഇൻകം ഈസ് ചാർജബിൾ അണ്ടർ 5 ഹെഡ്സ് ഓഫ് ഇൻകം. ഇൻകം 5 ഹെഡുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിന് മുൻപുള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻകം ടാക്സിൽ വരുമാനത്തിനെ 5 തരംതിരിച്ചിരിക്കുന്നു. 5 ഹെഡുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം പറയുന്നത് സാലറീസ് ആണ്. ആദ്യത്തെ ഹെഡ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് സാലറിയാണ്. സെക്ഷൻ 15 മുതൽ 17 വരെയാണ് സാലറീസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, രണ്ടാമതായിട്ട് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. സെക്ഷൻ 22 മുതൽ സെക്ഷൻ 27 വരെയാണ് ഹൗസ് പ്രോപ്പർട്ടിയുടെ സെക്ഷൻസ് വരുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ്. ഓക്കെ, അതായത് ബിസിനസ്സിൽ നിന്നോ അല്ലെങ്കിൽ പ്രൊഫഷൻ മീൻസ് ഡോക്ടർ, ലോയർ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഓക്കെ, ഒരു ക്ലിനിക്കോ അല്ലെങ്കിൽ ഒരു ഓഫീസ് തുറന്ന് വെച്ചിരുന്ന് ക്ലയൻസ് ഫീസ് തരുന്നതിനെയാണ് എന്ത് പറഞ്ഞത്, പ്രൊഫഷണൽ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെക്ഷൻസ് വരുന്നത് 28 മുതൽ 44 വരെയാണ്. ഏറ്റവും കൂടുതൽ സെക്ഷൻസ് വരുന്നത് PGBP അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡ് ഓഫ് ഇൻകത്തിലുമാണ്. കാര്യം അത് ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ഇൻകംസ് അതിൽ വരാൻ ചാൻസ് ഉണ്ട്. നാലാമതായിട്ട് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻസ് ആണ്. ക്യാപിറ്റൽ ഗെയിൻസ് സെക്ഷൻ 45 മുതൽ 55 വരെയാണ് ക്യാപിറ്റൽ ഗെയിൻസിലെ സെക്ഷൻസ് പറയുന്നത്. അഞ്ചാമതായിട്ട് പറയുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അതായത് ഈ 4 ഹെഡിലും പെടാത്ത ഇൻകംസ് അത് ചാർജബിൾ ടു ടാക്സ് ആണെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സിലേക്കാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കറക്റ്റ് വെൽ ഡിഫൈൻഡ് ഹെഡ്സ് ആണ്. ഇത് വെൽ ഡിഫൈൻഡ് അല്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഇൻകം ഫ്രം സാലറിയാണ്. ആദ്യ ചാപ്റ്ററായ ഇൻകം ഫ്രം സാലറി, അതായത് ഹെഡ്സ് ഓഫ് ഇൻകംസിൽ ആദ്യ ചാപ്റ്ററാണ്. ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സിൽ ഇത് മൂന്നാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, സാലറി എന്ന് പറയുന്നത് സാലറി മീൻസ് എനി റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ ആൻ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി. ഒരു എംപ്ലോയിക്ക് കാശ് കൊടുക്കുന്നതിൻ്റെ പേരാണ് സാലറി എന്ന് വെച്ചാൽ. ഇൻ കൺസിഡറേഷൻ ഓഫ് ഹിസ് സർവീസസ് ആൻഡ് ഇൻക്ലൂഡ് എനി ബെനിഫിറ്റ്സ് ഓർ ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ബൈ ദി എംപ്ലോയർ. ഓക്കെ, ഒരു വ്യക്തി, ഒരു എംപ്ലോയി, ഒരു തൊഴിലാളി മുതലാളിക്ക് എന്തെങ്കിലും സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലമായിട്ട് കാശോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബെനിഫിറ്റോ ഇൻ കൈൻഡായിട്ട്, അതായത് കാശല്ലാതെ നമ്മൾ പൊരുളായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് സാലറി ആയിട്ട് പരിഗണിക്കും. പക്ഷേ എംപ്ലോയിക്കായിരിക്കണം കൊടുക്കേണ്ടത്. സെക്ഷൻ 15 പറയുന്നത് സാലറി ഇൻക്ലൂഡ്സ്. എന്തൊക്കെയാണ് സാലറിയിൽ വരുന്നത്? സാലറി ഡ്യൂ ഫ്രം ആൻ എംപ്ലോയർ. സാലറി കിട്ടാനുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സാലറി. കിട്ടാനുണ്ടെങ്കിൽ കയ്യിൽ കിട്ടണമെന്നില്ല, സേവനം ചെയ്താൽ മാത്രം മതി. കിട്ടാനുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി. ഓർ ഫോർമർ എംപ്ലോയി ഓഫ് എൻ SSE. നിലവിലുള്ള എംപ്ലോയി ആവാം, അല്ലെങ്കിൽ ഫോർമർ മീൻസ് മുൻകാലത്ത് ഉണ്ടായിരുന്ന ഒരു എംപ്ലോയറും ആവാം. ഓഫ് എൻ SSE ഇൻ പ്രീവിയസ് ഇയർ വെദർ പെയ്ഡ് ഓർ നോട്ട്. പേ ചെയ്താലും പേ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇഫ് യു ഹാവ് റെൻഡേർഡ് സം സർവീസ് ആൻഡ് ഇഫ് യു ആർ എൻടൈറ്റിൽഡ് ടു ഗെറ്റ് ദ സാലറി ദെൻ ഇറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി. രണ്ടാമതായിട്ട് പറയുന്നത് സാലറി പെയ്ഡ് ഓർ അലൗഡ് ടു ഹിം ഇൻ പ്രീവിയസ് ഇയർ ബൈ ഓർ ആയിട്ട് ശ്രദ്ധിക്കുക. സാലറി പെയ്ഡ് ഓർ അലൗഡ് ടു ഹിം ഇൻ ദ പ്രീവിയസ് ഇയർ ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് ദ എംപ്ലോയർ ഓർ എ ഫോർമർ എംപ്ലോയർ ദോ നോട്ട് ഡ്യൂ ഓർ ബിഫോർ ഇറ്റ് ബിക്കംസ് ഡ്യൂ ടു ഹിം. അതായത് ഓൺ ബിഹാഫ് ഓഫ് എൻ എംപ്ലോയർ, ഒരു എംപ്ലോയർക്ക് വേണ്ടിയിട്ട് മറ്റാരെങ്കിലും കൊടുത്താലും മതി, അത് ഡ്യൂ ആയാലും കുഴപ്പമില്ല. മൂന്നാമതായിട്ട് പറയുന്നത് എനി എരിയർ സാലറി. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കുക, എനി എരിയർ സാലറി പെയ്ഡ് ഓർ അലൗഡ് ടു ഹിം ഇൻ ദ പ്രീവിയസ് ഇയർ. എനി എരിയർ സാലറി പെയ്ഡ് ഓർ അലൗഡ് ടു ഹിം. എരിയർ മീൻസ് കിട്ടാനുള്ള സാലറി. അപ്പോൾ എരിയർ സാലറി എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ, നമുക്ക്
നമുക്ക് ഒരു പെർട്ടിക്കുലർ സാലറി പ്രോമിസ് ചെയ്തിട്ടാണ് നമ്മളെ ഒരു സ്ഥാപനം നിയമിച്ചത് എന്ന് വെക്കുക. പക്ഷെ നമുക്ക് ആ സാലറിയിൽ നിന്ന് ഒരു കുറഞ്ഞ തുക മാത്രമേ തരുന്നുള്ളൂ എന്നും കരുതുക നിലവിൽ. അപ്പോൾ ഒരുപാട് കാലം അങ്ങനെ പോയി കുറഞ്ഞ സാലറി തന്നിട്ട്. കാര്യം പെട്ടെന്ന് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് സ്ഥാപനത്തിന് അങ്ങനെ തരേണ്ടി വന്നതാണ്. പക്ഷേ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ സാലറി കൂടുകയും അതുവരെ നമുക്ക് കുറച്ച് എമൗണ്ട് ഒരു ബൾക്കായിട്ട് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് ഏരിയർ സാലറി എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലൗഡ് ടു ഹിം ഇൻ ദ അതും പ്രീവിയസ് ഇയറിലായിരിക്കണം അതൊക്കെ നടക്കേണ്ടത്. ഓക്കെ, ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് ദി എംപ്ലോയർ, ഒന്നുകിൽ എംപ്ലോയർ കൊടുക്കണം, അല്ലെങ്കിൽ എംപ്ലോയറിൻ്റെ ബിഹാഫിൽ എംപ്ലോയർക്ക് വേണ്ടി മറ്റാരെങ്കിലും. ഓക്കെ, ഇഫ് നോട്ട് ചാർജ് ടു ഇൻകം ടാക്സ് ഫോർ എനി ഏർലിയർ പ്രീവിയസ് ഇയർ, അതായത് ഏതെങ്കിലും മുൻപത്തെ പ്രീവിയസ് ഇയറിൽ ഇത് ഇൻകം ടാക്സിലേക്ക് ചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ നമ്മളിത് ടാക്സബിൾ സാലറി ആയിട്ട് പരിഗണിക്കാൻ പാടുള്ളൂ. ഏരിയർ സാലറി എന്ന് പറഞ്ഞിട്ട് ഇതിന് മുൻപേ അത് എന്താണ് TDS പിടിക്കുകയോ അല്ലെങ്കിൽ ടാക്സ് ഇതിന് ഈടാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഇത് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്, ശ്രദ്ധിക്കുക. ഫീച്ചേഴ്സ് ഓഫ് സാലറി. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സാലറി? ഫസ്റ്റ് ഫീച്ചർ ശ്രദ്ധിക്കുക, എംപ്ലോയർ-എംപ്ലോയി റിലേഷൻഷിപ്പ്. ഒരു എംപ്ലോയറും ഒരു എംപ്ലോയിയും വേണം. മാസ്റ്റർ സെർവൻറ്റ് റിലേഷൻഷിപ്പ്. ഒരാൾ ഓർഡർ കൊടുക്കാൻ വേണം, അത് അനുസരിക്കാൻ മറ്റൊരാളും വേണം. ഓക്കെ, അപ്പോൾ മാത്രമേ ഇൻകം ഫ്രം സാലറി വരുന്നുള്ളൂ. അത് പ്രൊഫഷൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പ്രൊഫഷനിൽ ഒരിക്കലും മാസ്റ്റർ സെർവൻറ്റ് റിലേഷൻഷിപ്പ് അല്ല. ഒരു ഡോക്ടറെ കാണാൻ ഒരു പേഷ്യൻറ്റ് പോകുമ്പോൾ പേഷ്യൻറ്റ് പറയുന്നില്ല എങ്ങനെ വേണം ആ ഡോക്ടർ തന്നെ ചികിത്സിക്കേണ്ടത് എന്ന്. അത് ഡോക്ടറുടെ തീരുമാനം അനുസരിച്ച്. കാര്യം ഡോക്ടർ എന്താണ്, ഒരു പ്രൊഫഷണലാണ്. ഓക്കെ, ഇതേ ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ പോയി ജോലി ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് പറയുന്ന തരത്തിലായിരിക്കും അയാൾ എന്ത് ചെയ്യുക, ജോലി ചെയ്യുക. ഓക്കെ, അപ്പോൾ ഹോസ്പിറ്റലിൽ ആ ഡോക്ടർ എന്താണ്, ഒരു എംപ്ലോയി ആണ്. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എംപ്ലോയർ ആണ്. അവിടെ ഡോക്ടർ വാങ്ങുന്ന ശമ്പളം എന്ന് പറയുന്നത് സാലറിയാണ്. ഓക്കെ, പക്ഷെ ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിന്ന് ക്ലിനിക്കിൽ നിന്ന് വാങ്ങുന്നത് PGBP അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, അതിൽ നിന്ന് വരുന്ന ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ എംപ്ലോയർ-എംപ്ലോയി റിലേഷൻഷിപ്പ് നിർബന്ധമായിട്ട് വേണം. അടുത്തതായിട്ട് പെൻഷൻ ഈസ് പാർട്ട് ഓഫ് സാലറി. ഓക്കെ, അപ്പോൾ ഒരാൾ പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ പെൻഷൻ അത് സാലറി ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഓക്കെ, അതൊരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റാണ്, അത് സാലറി ആയിട്ടാണ് പരിഗണിക്കുന്നത്. സാലറി ഫ്രം മോർ ദാൻ വൺ സോഴ്സ്, അതായത് ഒരു എംപ്ലോയർ അല്ലാണ്ട് അതായത് ഉച്ചവരെ ഒരു സ്ഥലത്ത് ജോലി ചെയ്തു, ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 2 എംപ്ലോയറുടെ അടുത്ത് നിന്ന് വാങ്ങുന്നതും സാലറി തന്നെയാണ്. ഓക്കെ, ഇറ്റ് ഈസ് എന്താണ് ഇൻക്ലൂഡഡ് ഇൻ ആസ് സാലറി. സാലറി ഫ്രം മോർ ദാൻ വൺ സോഴ്സ് ഇഫ് എ പേഴ്സൺ ഈസ് വർക്കിംഗ് ഇൻ 2 ഓർഗനൈസേഷൻസ്. ഉച്ചവരെ ഒരു സ്ഥലത്തും ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു സ്ഥലത്തും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 2 എംപ്ലോയർ ഉണ്ട്, 2 പേരിൽ നിന്ന് വാങ്ങുന്നത് സാലറി തന്നെയാണ്. അത് രണ്ടും സാലറി ആയിട്ട് തന്നെ പരിഗണിക്കണം. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക, സാലറി മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഫിക്റ്റീഷ്യസ് സാലറി ആവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അതെന്താണ്, റിയൽ സാലറി തന്നെ ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താണ്, വോളണ്ടറി ഫോഗോയിങ് ഓഫ് സാലറി. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം എന്തെങ്കിലും ഒരു ഡൊണേഷനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് വോളണ്ടറി ആയിട്ട് പെട്ടെന്നൊരു മാസത്തെ സാലറി നമ്മൾ ഒഴിവാക്കിയാലും ആ മാസത്തെ സാലറിയും കൂടി എന്താണ് സാലറി ഹെഡിൽ നമ്മൾ പരിഗണിക്കും ടാക്സിന്. ഓക്കെ, പിന്നെ നമ്മൾ ഡൊണേഷൻ കൊടുത്തതൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് പല പ്രൊവിഷൻസ് ഉണ്ട്. ഡൊണേഷന് ചില എന്താണ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ അതിന് ഡിഡക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ എന്താണ്, ഇത് പരിഗണിച്ചതിന് ശേഷമേ എന്ത് ചെയ്യുള്ളൂ, അത് കുറയ്ക്കുള്ളൂ. അപ്രൂവ്ഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് അത് കുറയ്ക്കുകയല്ല. നമ്മൾ വോളണ്ടറി ആയിട്ട് അത് ഒഴിവാക്കിയാലും ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി സാലറി. ഒരു മാസം ശമ്പളം അങ്ങ് വെറുതെ. അടുത്തതായിട്ട് നോക്കുന്നത് എലമെൻറ്റ്സ് ഓഫ് സാലറിയാണ്, സാലറിയുടെ ഘടകങ്ങൾ. ഓക്കെ, എന്തൊക്കെ കൂടി ചേർന്നിട്ടാണ് ഒരു സാലറി ആവുന്നത്. അപ്പോൾ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ബേസിക് സാലറിയാണ്. നമ്മൾ അടിസ്ഥാന ശമ്പളം അല്ലേ, നമ്മൾ ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പോകുമ്പോഴും അടിസ്ഥാന ശമ്പളത്തിലാണ്. അതിൻ്റെ കൂടെ എന്തുണ്ടാവും, HRA ഉണ്ടാവും, TA ഉണ്ടാവും, DA ഉണ്ടാവും. ഇതൊക്കെ ചേർത്തിട്ടാണ് നമുക്ക് മൊത്തത്തിലൊരു പൈസ കിട്ടുക. പക്ഷേ ബേസിക് സാലറി എന്ന് പറഞ്ഞിട്ട് ഇത്ര വരും. അപ്പോൾ നമ്മൾ PSC ഒക്കെ എഴുതുന്ന നേരത്ത് നമുക്കറിയും ഒരു ബേസിക് പേ എന്ന് പറഞ്ഞിട്ട് ഇത്ര മുതൽ 18,000 23,000 എന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് മൊത്തം കയ്യിൽ കിട്ടുന്ന അതിനെക്കാട്ടും കൂടുതൽ കിട്ടും. കാര്യം എന്താണ്, ഒരുപാട് അലവൻസസ് വരുമ്പോൾ എന്താണ് വീണ്ടും എമൗണ്ട് കൂടും. അപ്പോൾ ബേസിക് സാലറി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള സാലറി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സാലറി ഗ്രേഡ് ഉണ്ട്, അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ പേഴ്സൺ ഈസ് അപ്പോയിൻറ്റഡ് ആസ് എൻ അക്കൗണ്ടൻറ്റ്, ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടൊരു വ്യക്തിയെ നമ്മൾ നിയമിച്ചു കഴിഞ്ഞാൽ ഇൻ ദ ഗ്രേഡ് ഓഫ് 8,290 ഡാഷ് ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. 8,000-200-90 അല്ല, സോറി 9,000 ഡാഷ് 4,000 ഡാഷ് 11,000 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് മീൻസ് ഇയാൾ ജോയിൻ ചെയ്യുമ്പോൾ ഇയാളുടെ ബേസിക് സാലറി അടിസ്ഥാന സാലറി 8,000 ആയിരിക്കും. എല്ലാ വർഷവും ആനുവൽ ഇൻക്രിമെൻ്റ് ആയിട്ട് 200 കൂടും.
അങ്ങനെ 9,000 ആയി കഴിഞ്ഞാൽ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് അത് 9,000 ആയി കഴിഞ്ഞാൽ പിന്നെ ഇൻക്രിമെൻറ്റ് കൂടാൻ പോകുന്നത് എല്ലാ വർഷവും 400 രൂപയാണ്. അത് ഏതുവരെ പോകുമെന്ന് വെച്ചാൽ അത് 11,000 വരെ പോകും. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ് പറഞ്ഞത്, നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ആദ്യ വർഷം നിങ്ങൾക്ക് 8,000 കിട്ടും, രണ്ടാമത്തെ വർഷം 8,200 കിട്ടും, മൂന്നാമത്തെ വർഷം 8,400 കിട്ടും, നാലാമത്തെ വർഷം 8,600 കിട്ടും, അഞ്ചാമത്തെ വർഷം 8,800 കിട്ടും, ആറാമത്തെ വർഷം 5 വർഷങ്ങൾ കഴിയുമ്പോൾ ആറാമത്തെ വർഷം നിങ്ങൾക്ക് 9,000 രൂപ കിട്ടും. പിന്നെ നിങ്ങൾക്ക് അടുത്ത വർഷം മുതൽ കൂടാൻ പോകുന്നത് 400 രൂപയാണ്. അത് ഇതുവരെ എത്തുമെന്ന് വെച്ചാൽ അത് 11,000 വരെ എത്തും. ഓക്കെ, അതിനുശേഷം ഉള്ള കാര്യങ്ങൾ പിന്നെ പറയില്ല, അത് പിന്നെ എന്തായിരിക്കും ഇൻക്രിമെൻറ്റിൻ്റെ പറ്റിയിട്ട് പിന്നെ പറയായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ബേസിക് പേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക്. അപ്പോൾ മിസ്റ്റർ അനിൽ ഈസ് അപ്പോയിൻറ്റഡ് ആസ് എ ക്ലർക്ക് ഇൻ എ കമ്പനി ഓൺ 1st January 2018. ഒരു ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ അനിൽ എന്നാണ് ഒരു ക്ലർക്കായിട്ട് 1st January 2018 ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓൺ എ സാലറി സ്കെയിൽ ഓഫ് ₹11,000. സാലറി സ്കെയിൽ എത്രയാണ്? 11,000 രൂപയാണ്. ഓക്കെ, തുടക്കത്തിൽ ഇൻക്രിമെൻറ്റ് ഈസ് ഗോയിങ് ടു ബി 300 പെർ ഇയർ ടിൽ 12,100. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 500 വിൽ ബി ഇൻക്രിമെൻറ്റ് അപ് ടു 14,100. കമ്പ്യൂട്ട് ഈസ് ബേസിക്സ് പേ ഫോർ ദ പ്രീവിയസ് ഇയർ 2019-20. അതായത് 19-20 ഇയാളുടെ പ്രീവിയസ് പേ സാലറി ബേസിക് പേ എത്രയാണെന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ജോയിൻ ചെയ്യുന്നത് 1st January 2018 ഇദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക് പേ ഓൺ 1st January 2018 ഈസ് 11,000. ഓക്കെ, 1st January 2019 വിൽ ബി 11,300 അല്ലേ? അടുത്ത വർഷം കൂടാൻ പോകുന്നത് 300 രൂപയാണ്. ഓൺ 1st January 2020 വിൽ ബി 11,600. നമുക്ക് ഏത് വർഷത്തെ ബേസിക് പേ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 2019-20. 2019 എന്താണ്? ഏപ്രിൽ 1 മുതൽ പിന്നെന്താണ് 2020 മാർച്ച് 31 വരെ. ഓക്കെ, അപ്പോൾ 2019 ഏപ്രിൽ 1 മുതൽ ഡിസംബർ 31 വരെ ഇയാൾ വാങ്ങുന്ന സാലറി എന്ന് വെച്ചാൽ 11,300 രൂപയാണ്. ഓക്കെ, അപ്പോൾ 9 മാസങ്ങളിൽ ഇയാൾ ഈ ഒരു സാലറിയാണ് വാങ്ങുന്നത്. അപ്പോൾ 11,300 × 9 വിച്ച് ഈസ് ഈക്വൽ ടു 1,01,700 റുപ്പീസാണ് ഈ ഒരു കാലയളവിൽ വാങ്ങുന്നത്. ഇനി ബാക്കിയുള്ള ഫിനാൻഷ്യൽ ഇയറിൽ 3 വർഷം കൂടി വരുന്നുണ്ട്, അത് 2020 വരുന്നത്. അപ്പോഴേക്ക് ഇയാളുടെ സാലറി വീണ്ടും 300 രൂപ കൂടിയിട്ട് 11,600 രൂപയായിട്ടുണ്ട്. അപ്പോൾ ബേസിക് പേ ഫ്രം 1st January 2020 to 31st March 2020 ഈസ് ഈക്വൽ ടു 11,600 × 3 വിച്ച് ഈസ് ഈക്വൽ ടു 34,800. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ is the basic pay of the previous year 2019-20 which is 1,36,500. സാലറി കണ്ടു. അതർ എലമെൻറ്റ്സ് വരുന്നത് അരിയേഴ്സ് ഓഫ് സാലറി ആണ്. എനി സാലറി റിസീവ്ഡ് വിച്ച് റിലേറ്റ്സ് ടു സം ഏർലിയർ ഇയേഴ്സ് ഈസ് ട്രീറ്റഡ് ആസ് പാർട്ട് ഓഫ് സാലറി ടാക്സബിൾ ഇൻ ദ ഇയർ വിച്ച് ഇറ്റ് ഈസ് റിസീവ്ഡ്. ഓക്കെ, നമ്മൾ നേരത്തെ അരിയർ സാലറിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അഡ്വാൻസ് സാലറി. എനി സാലറി റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് സാലറി. ഭാവിയിൽ കിട്ടാൻ പോകുന്ന സാലറി എന്താണ്? സാലറി ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. അതായത് പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ വന്നിട്ട് നമ്മുടെ എംപ്ലോയർ നമുക്ക് ആദ്യമേ കുറച്ച് സാലറിയിൽ നിന്ന് ഒരു തുക നമുക്ക് കയ്യിൽ തരികയാണെങ്കിൽ അതെന്താണ്? ഇത് സാലറി, അതായത് ഞാൻ പിടിച്ചോളാം, അതായത് ഒരു 30,000 50,000 തന്നിട്ട് അത് ഞാൻ കട്ട് ചെയ്തിട്ട് എംപ്ലോയർ പറയാണ് ഞാനത് എന്താണ് ഡിഡക്റ്റ് ചെയ്തോളാം, സാലറി തരുമ്പോൾ ഡിഡക്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് തരികയാണെങ്കിൽ, പക്ഷേ നമുക്ക് എന്നാണോ കിട്ടുന്നത് അത് ആ കിട്ടുന്ന സമയം എന്താണ്? അത് മൊത്തത്തിൽ സാലറീൻ്റെ കൂടെ അങ്ങ് ആഡ് ചെയ്യണം. എത്രയാണ് അഡ്വാൻസ് സാലറി കിട്ടുന്നത് അത് ഇപ്പോൾ കറണ്ട് ഇയറിൻ്റെ സാലറീൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അതാണ് അഡ്വാൻസ് സാലറി. പിന്നെ എന്തെങ്കിലും ബോണസ് കിട്ടുകയാണെങ്കിൽ, അല്ലേ, ബോണസ് എന്തെങ്കിലും നമുക്ക് ഫെസ്റ്റിവലിന് കിട്ടുന്ന അഡീഷണൽ ആയിട്ട് കിട്ടുന്ന എമൗണ്ട്. അത് കഴിഞ്ഞിട്ട് കമ്മീഷൻ കിട്ടുന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും കമ്മീഷൻ കിട്ടുന്നുണ്ടെങ്കിൽ, അപ്പോൾ കമ്മീഷൻ റിസീവ്ഡ് ഫ്രം എംപ്ലോയർ ഈസ് ഓൾസോ പാർട്ട് ഓഫ് സാലറി. അപ്പോൾ ഫിക്സ്ഡ് കമ്മീഷൻ ഉണ്ട്, പിന്നെ എന്താണ് പെർസെൻറ്റേജ് കമ്മീഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് തരത്തിലും കമ്മീഷൻ കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് സാലറി. അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ് അലവൻസസ്. ഓക്കെ, അലവൻസസ് ഈസ് പാർട്ട് ഓഫ് സാലറി. ഓക്കെ, അപ്പോൾ അലവൻസ് ഈസ് എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് മണി പെയ്ഡ് റെഗുലർലി ബൈ ദ എംപ്ലോയർ ഇൻ അഡീഷൻ ടു ബേസിക് സാലറി. അതായത് അലവൻസുകൾ സാലറി പോലെ തന്നെ ഒരു റെഗുലർ ഇൻ്റർവെല്ലിന് ആർക്ക് കൊടുക്കുന്നുണ്ട്? എംപ്ലോയിക്ക് എംപ്ലോയർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ബേസിക് സാലറീൻ്റെ കൂടെ. ഓക്കെ, ഇൻ ഓർഡർ ടു മീറ്റ് സം പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ എക്സ്പെൻസസ്, ചില വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടോ വരുന്ന എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനാണ് അലവൻസ് കൊടുക്കുന്നത് ഓഫ് ദി എംപ്ലോയി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫോർ എക്സാമ്പിൾ മെഡിക്കൽ അലവൻസ് ടു മീറ്റ് മെഡിക്കൽ എക്സ്പെൻസസ്.
മെഡിക്കൽ അലവൻസ് കൊടുക്കുന്നതിനാണ് മെഡിക്കൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനാണ്. ട്രാവലിംഗ് അലവൻസ് ടു മീറ്റ് ട്രാവലിംഗ് എക്സ്പെൻസസ്. ട്രാവലിംഗ് അലവൻസ് കൊടുക്കുന്നത് ട്രാവലിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇത്തരം എന്താണ് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന അലവൻസസ്. ഓക്കെ, ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് ഇൻകം ടാക്സ്, ഇൻകം ടാക്സിൻ്റെ വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ അലവൻസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ്. 3 തരത്തിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഫുള്ളി ടാക്സബിൾ അലവൻസ്. എത്രയാണ് അലവൻസ് കിട്ടുന്നത് അത് ഫുള്ളി ടാക്സബിൾ ആവും. ഓക്കെ, രണ്ടാമത്തത് അലവൻസ് എക്സംപ്റ്റ് ടു എ സ്പെസിഫൈഡ് ലിമിറ്റ്. അതായത് എക്സംഷൻ കിട്ടും. അലവൻസിൻ്റെ എല്ലാ ഭാഗവും ടാക്സബിൾ സാലറിയിലേക്ക് നമ്മൾ ആഡ് ചെയ്യില്ല, കുറച്ച് ഭാഗം നമ്മൾ ഒഴിവാക്കും. ടു എ സ്പെസിഫൈഡ് ലിമിറ്റ്, അത് ടാക്സിൽ അതായത് പ്രൊവിഷനിൽ പറയുന്നുണ്ടാവും. ലോയിൽ പറയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചില ഭാഗങ്ങൾ നമ്മൾ ഒഴിവാക്കും. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻ മാത്രമേ ടാക്സബിൾ സാലറിയിലേക്ക് എടുക്കുള്ളൂ. അത് തീരെ പരിഗണിക്കുകയല്ല, നമ്മൾ ആദ്യം തന്നെ ഒഴിവാക്കും. അപ്പോൾ അതാണ് അലവൻസസ് എക്സംപ്റ്റ് ടു എ സ്പെസിഫൈഡ് ലിമിറ്റ്. അപ്പോൾ എക്സംഷൻ എന്ന് പറഞ്ഞ വേർഡ് നിങ്ങൾ ഓർത്ത് വെക്കുക. എക്സംഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സബിൾ ഇൻകത്തിലേക്ക് അത് പരിഗണിക്കുകയില്ല. ഡിഡക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ പരിഗണിച്ചതിന് ശേഷം നമ്മൾ കുറയ്ക്കുന്നതിൻ്റെ പേരാണ് ഡിഡക്ഷൻ. ഓക്കെ, എക്സംഷൻ എന്താണ്, അത് നമ്മൾ ഒരിക്കലും പരിഗണിക്കില്ല, നമ്മളത് ടാക്സബിൾ ഇൻകത്തിലേക്കേ എടുക്കില്ല. ഓക്കെ, അപ്പോൾ അത് ഒരു ലിമിറ്റിൽ എക്സംഷൻ വരുന്നുണ്ട് ചില അലവൻസിന്. മൂന്നാമത്തെ കേസ് നോക്കുക, ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസ്. കംപ്ലീറ്റ്ലി, അതായത് അലവൻസ് ഫുള്ളായിട്ട് എന്താണ് എക്സംപ്റ്റഡ് ആണ്, അത് നമ്മൾ ടാക്സബിൾ ഇൻകത്തിലേക്ക് അല്ലെങ്കിൽ സാലറിയിലേക്ക് പരിഗണിക്കുകയില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫുള്ളി ടാക്സബിൾ അലവൻസസ് ആണ്, അതായത് ഫുള്ളായിട്ട് ടാക്സ് കൊടുക്കേണ്ട അലവൻസസ്. അപ്പോൾ അതിൽ ആദ്യത്തേത് പ്രധാനമായിട്ട് വരുന്നത് ഡിയർനെസ് അലവൻസ് ആണ്. DA എന്ന് പറയും, ഡിയർനെസ് അലവൻസ്. അത് എല്ലാവരും സാലറി വാങ്ങുന്ന ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഈ DA എന്ന് പറഞ്ഞിട്ട് സാധനം കിട്ടുന്നുണ്ട്, ഡിയർനെസ് അലവൻസ്. ഈ ഡിയർനെസ് അലവൻസ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇൻഫ്ലേഷന് വേണ്ടിയിട്ടാണ്. പ്രൈസ് എപ്പോഴും സാധനങ്ങൾക്ക് കൂടി വരുന്നുണ്ട്, സാധനത്തിൻ്റെ വില വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയർ കൊടുക്കുന്ന അലവൻസ് ആണ് എന്ത്, ഡിയർനെസ് അലവൻസ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ദിസ് ഇസ് ആൻ അലവൻസ് ഗിവൺ ഇൻ ഓർഡർ ടു മീറ്റ് ഇൻക്രീസ് ഇൻ എക്സ്പെൻസസ് ഓൺ അക്കൗണ്ട് ഓഫ് ഇൻക്രീസ് ഇൻ പ്രൈസസ്. പ്രൈസ് കൂടുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, ഡിയർനെസ് അലവൻസ് ഈസ് ഓഫ് 2 ടൈപ്പ്. 2 തരം ഡിയർനെസ് അലവൻസ് ഉണ്ട്. DA ഗിവൺ അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. DA ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ അണ്ടറിൽ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. നമ്മൾ എന്താണ് HRA ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഒരുപാട് എക്സംഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ സാലറി എന്ന് പറഞ്ഞിട്ട് സാധനം കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ DA അണ്ടർ ദ ടേം ഓഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ DA ഫോമിംഗ് പാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ ഈ DA ഫോമിംഗ് പാർട്ടെന്നോ അല്ലെങ്കിൽ ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് എന്നോ എന്ന് പറഞ്ഞാൽ ഒരേ സാധനം തന്നെയാണ്. DA ഫോമിംഗ് പാർട്ട് എന്നും പറയാം, ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്നും പറയും, അല്ലെങ്കിൽ എന്താണ് DA ഗിവൺ അണ്ടർ ദ ടേം ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ദിസ് മീൻസ് DA ഈസ് കൺസിഡേർഡ് അലോങ് വിത്ത് ബേസിക് പേ ടു ഡിറ്റർമൈൻ ദ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ലൈക്ക് പെൻഷൻ, ഗ്രാറ്റുവിറ്റി. അതായത് DA എന്തിൻ്റെ കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് കൊടുക്കാനായിട്ട് ബേസിക് സാലറീൻ്റെ കൂടെ DAയും കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താ പറയുന്നത്, DA ഗിവൺ അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കുക, DA നോട്ട് ഗിവൺ അണ്ടർ ദ ടേം ഓഫ് എംപ്ലോയ്മെൻറ്റ്. DA ടേം ഓഫ് എംപ്ലോയ്മെൻറ്റ് അണ്ടറിൽ കൊടുത്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ DA നോട്ട് ഗിവൺ അണ്ടർ ദ ടേം ഓഫ് എംപ്ലോയ്മെൻറ്റ് ആണെങ്കിൽ, ദിസ് മീൻസ് DA ഈസ് നോട്ട് കൺസിഡേർഡ് ടു ഡിറ്റർമൈൻ ദ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. അതായത് പെൻഷൻ, ഗ്രാറ്റുവിറ്റി പോലുള്ള സംഗതികൾക്ക് DA പരിഗണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അധിക പക്ഷം ചോദ്യത്തിൽ ഇങ്ങനെ ഉണ്ടാവാറ്, DA അണ്ടർ ദ ടേം ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിന് വേണ്ടി DAയും പരിഗണിക്കുന്നുണ്ട്, അല്ലാത്ത പക്ഷം എന്താണ് പരിഗണിക്കുന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുക, ഡിയർനെസ് പേ എന്ന് പറഞ്ഞിട്ട്, അതും DAൻ്റെ മറ്റൊരു ഫോം തന്നെയാണ്. ദിസ് ഈസ് അനദർ ഫോം ഓഫ് ഡിയർനെസ് അലവൻസ് ബട്ട് ഗിവൺ അണ്ടർ ദ ടേം ഓഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇത് DAൻ്റെ മറ്റൊരു ഫോമാണ്, പക്ഷേ ഇത് എന്താണ്, ഇറ്റ് ഇസ് ഓൺലി ഗിവൺ അണ്ടർ ദ ടേം ഓഫ് എംപ്ലോയ്മെൻറ്റിൽ ഇതിൽ ഈ ഒരു ഓപ്ഷൻ വരുന്നില്ല. അതായത് ഡിയർനെസ് പേ നോട്ട് ഗിവൺ അണ്ടർ ദ ടേം ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഡിയർനെസ് പേയിൽ വരുന്നില്ല, അത് ഡിയർനെസ് അലവൻസിൽ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫുള്ളി ടാക്സബിൾ അലവൻസസ് വരുന്നത് ഒന്ന് ഫിക്സഡ് മെഡിക്കൽ അലവൻസ്, വരുന്നുണ്ട്. പിന്നെ എന്താണ് ടിഫിൻ അലവൻസ് വരുന്നുണ്ട്, സെർവൻ്റ് അലവൻസ്. അതായത് നമുക്ക് തരുന്ന മെഡിക്കൽ അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. ടിഫിൻ, ഓക്കെ, ഭക്ഷണത്തിന് വേണ്ടി ടിഫിന് കൊടുക്കുന്ന അലവൻസ്, അപ്പോൾ പേര് ശ്രദ്ധിക്കുക, ടിഫിൻ മാറിപ്പോരുത്. ടിഫിൻ അലവൻസ് ആണെങ്കിൽ എന്താണ്, അത് ഫുള്ളി ടാക്സബിൾ ആണ്. സെർവൻറ്റ്, അതായത് നമുക്ക് വീട്ടിൽ ഒരു സെർവൻ്റ് ഉണ്ട്, സെർവൻറ്റിന് വേണ്ടിയിട്ടുള്ള ശമ്പളം എംപ്ലോയർ തരികയാണെങ്കിൽ, അലവൻസ് ആയിട്ട് തരികയാണെങ്കിൽ ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. നോൺ പ്രാക്ടീസിങ് അലവൻസ് യൂഷ്വലി ഗിവൺ ടു ഡോക്ടേഴ്സ്. അതായത് ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അയാളോട് പറയാണ്, യു ആർ നോട്ട് സപ്പോസ് ടു പ്രാക്ടീസ് ഔട്ട്സൈഡ്. നിങ്ങളൊരു ക്ലിനിക്ക് തുടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അലവൻസ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. ഓക്കെ, ഹിൽ അലവൻസ് ഫോർ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ഹില്ലി ഏരിയാസ്. അതായത് ഇപ്പോൾ കുന്നിൻ്റെ നമ്മളിപ്പോൾ ഇടുക്കിയോ വയനാടോ ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഹിൽ അലവൻസ് കൊടുക്കുകയാണെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്.
8ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, വാർഡൻ ഓർ പ്രോക്ടർ അലവൻസ്. ഒരു വാർഡൻ്റെ അലവൻസ് കൊടുക്കുകയാണ്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഒരു വാർഡൻ അലവൻസ് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ എന്താണ്, ഫുള്ളി ടാക്സബിൾ ആണ്. ഡെപ്യൂട്ടേഷൻ മീൻസ് എന്താണ്, നമ്മൾ ഒരു പെർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുന്നു. ആ ജോബ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിങ്ങോട്ട് വരാം. അപ്പോൾ ആ കാലഘട്ടത്തേക്ക് നമുക്കൊരു അലവൻസ് തരികയാണ്. കാര്യം അവിടെ പോയി താമസിക്കണം, അവിടെ നിന്നാണ് നമുക്ക് ചിലവ് ചിലപ്പം കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡെപ്യൂട്ടേഷൻ അലവൻസ് എന്താണ്, ഫുള്ളി ടാക്സബിൾ ആണ്. ഓവർ ടൈം അലവൻസ്, നമ്മൾ ചിലപ്പോൾ ഓവർ ടൈം ഒക്കെ എടുക്കുമ്പോൾ അധികം ആൾക്കാർക്ക് എന്ത് കിട്ടുന്നുണ്ട്, സാലറി കിട്ടുന്നുണ്ട്. സാലറീൻ്റെ കൂടെ എന്ത് കിട്ടുന്നുണ്ട്, അലവൻസ് കിട്ടുന്നുണ്ട്. ആ അലവൻസ് എന്താണ്, അത് ഫുള്ളി ടാക്സബിൾ ആണ്. പിന്നെ അടുത്തതാണ് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. വലിയ വലിയ സിറ്റികളൊക്കെ ആകുമ്പോൾ ചിലവ് കൂടും. അപ്പോൾ അതിന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അലവൻസ് കൊടുക്കുകയാണെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. പിന്നെ അതർ അലവൻസസ് ലൈക്ക് ഫാമിലി അലവൻസ്, ഫെസ്റ്റിവൽ അലവൻസ്, മാരേജ് അലവൻസ്, ടെലിഫോൺ അലവൻസ്, ഇൻ്ററിം റിലീഫ് അലവൻസ് ആൻഡ് ഓൾ അലവൻസസ് വിച്ച് ആർ നോട്ട് സ്പെസിഫിക്കലി എക്സംപ്റ്റഡ്. സ്പെസിഫിക്കലി എക്സംപ്റ്റ് ചെയ്യാത്ത അലവൻസുകളൊക്കെ എന്താണ്, ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ, ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫുള്ളി ടാക്സബിൾ അലവൻസുകൾ വരുന്നത്. ഇനി അടുത്ത് നോക്കാനുള്ളത് അലവൻസസ് എക്സംപ്റ്റഡ് ടു എ സ്പെസിഫൈഡ് ലിമിറ്റ്. ഒരു സ്പെസിഫൈഡ് ലിമിറ്റിലേക്ക് കിട്ടുന്ന എക്സംപ്ഷൻസ് ഉണ്ട് ചില അലവൻസിന്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു അലവൻസ് ആണ് ഹൗസ് റെൻറ്റ് അലവൻസ് അല്ലെങ്കിൽ HRA എന്ന് പറയുന്നത്. ഹൗസ് റെൻറ്റ് അലവൻസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് അലവൻസ്. ഓക്കെ, ദിസ് ഇസ് എൻ അലവൻസ് ഗിവൺ ബൈ ദി എംപ്ലോയർ ടു മീറ്റ് എക്സ്പെൻഡിച്ചർ ഓൺ അക്കൗണ്ട് ഓഫ് പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ്. റെൻറ്റ് കൊടുക്കാനായിട്ട്, എംപ്ലോയിക്ക് റെൻറ്റ് കൊടുക്കാനായിട്ട് എംപ്ലോയർ കൊടുക്കുന്ന അലവൻസ് ആണെന്ത്, റെൻറ്റ് എന്തിന് കൊടുക്കാനായിട്ട്, താമസിക്കാനുള്ള റെൻറ്റ് കൊടുക്കാനായിട്ട് എംപ്ലോയർ കൊടുക്കുന്ന അലവൻസ് ആണ് ഹൗസ് റെൻറ്റ് അലവൻസ്. ഓക്കെ, ഇൻ റെസ്പെക്ട് ടു അക്കോമഡേഷൻ ഒക്യുപ്പൈഡ് ബൈ ദി എംപ്ലോയി ഈസ് എക്സംപ്റ്റ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ദി ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. അതായത് ഇത് കൊടുക്കുമ്പോൾ ടാക്സബിൾ ആണ്, പക്ഷേ ഇതിലൊരു എമൗണ്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ പറയുന്നതിൽ ഏറ്റവും ചെറുത് ഏതാണോ ആ ഒരു എമൗണ്ട് കുറയ്ക്കാൻ പറ്റും. ഒന്നുകിൽ ഹൗസ് റെൻറ്റ് അലവൻസ് ആക്ച്വലി റിസീവ്ഡ് ാട്ടും ചെറുതാണ് എക്സസ് ഓഫ് റെൻറ്റ് പെയ്ഡ് ബൈ SSE ഓവർ 10% ഓഫ് സാലറി. അതായത് സാലറീൻ്റെ 10% എടുക്കും. അപ്പോൾ സാലറീൻ്റെ കൂടെ DA കമ്മീഷനൊക്കെ ചേർത്തിട്ടാണ് സാലറി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് വിശദമായിട്ട് നോക്കണം. അപ്പോൾ ആ സാലറീൻ്റെ 10% എടുത്ത് ഈ നമ്മുടെ SSE അല്ലെങ്കിൽ എംപ്ലോയി കൊടുക്കുന്ന റെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ഓക്കെ, അപ്പോൾ റെൻറ്റ് കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ഈ HRAനെക്കാട്ടിയും ചെറുതാണെങ്കിൽ, കിട്ടുന്ന HRAനെക്കാട്ടിയും ചെറുതാണെങ്കിൽ ഇത് എന്തായിട്ട് പരിഗണിക്കുക, എക്സംഷനായിട്ട് പരിഗണിക്കുക. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ ശ്രദ്ധിക്കുക, 50% ഓഫ് സാലറീൻ്റെ 50% എടുക്കുക. ഇഫ് ദി അക്കോമഡേഷൻ ഇസ് ഇൻ മുംബൈ, കൊൽക്കത്ത, ഡൽഹി ഓർ ചെന്നൈ, മേജർ മെട്രോ സിറ്റീസിലാണ് താമസിക്കുന്നതെങ്കിൽ സാലറീൻ്റെ 50% എടുക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും ചെറുതെങ്കിൽ അതെന്തായിട്ട് പരിഗണിക്കുക, എക്സംഷനായിട്ട് പരിഗണിക്കുക, ആ എമൗണ്ട് കുറയ്ക്കുക. അപ്പോൾ മൂന്ന് കണ്ടീഷൻസാണ് പറയുന്നത് അല്ലേ. ഫസ്റ്റ് എന്തായിരുന്നു, റെൻറ്റ് ആക്ച്വൽ HRA കിട്ടിയത്, അതാണ് ഏറ്റവും ചെറുതെങ്കിൽ. ഓക്കെ, അത് എക്സംഷനായിട്ട് കുറയ്ക്കുക. അപ്പോൾ ഫുള്ളായിട്ട് HRA ഇല്ലാണ്ടാവും. രണ്ടാമത്തത്, റെൻറ്റ് കൊടുത്തത് 10% സാലറിയിലെക്കാട്ടിയും കൂടുതലാണെങ്കിൽ ആ കൂടിയ അളവ് മാത്രം നോക്കുക, അതാണ് ഏറ്റവും ചെറുതെങ്കിൽ അത് കുറയ്ക്കുക. രണ്ടാമത്തത്. മൂന്നാമത്തത് പറഞ്ഞെന്താണ്, 50% ഓഫ് സാലറി ഇഫ് ദ അക്കോമഡേഷൻ ഇസ് ഇൻ മുംബൈ, കൊൽക്കത്ത, ഡൽഹി ഓർ ചെന്നൈ, ആൻഡ് 40% ഓഫ് സാലറി ഇഫ് അക്കോമഡേഷൻ ഇൻ അതർ പ്ലേസ്. അത് ഇന്ത്യയിൽ മറ്റ് സ്ഥലങ്ങളാണെങ്കിൽ 40%, മേജർ മെട്രോ സിറ്റീസായ ബോംബെ, ഡൽഹി, കൽക്കത്ത, മദ്രാസ്. ഓക്കെ, ഈ 4 സ്ഥലങ്ങളിലാണ് താമസിക്കുന്നതെങ്കിൽ 50% എടുക്കാം. എന്തിൻ്റെ, സാലറീൻ്റെ. അപ്പോൾ ഇവിടെ പറയുന്ന സാലറി എന്താണെന്ന് വെച്ചാൽ, സാലറി ഫോർ ദിസ് പേർപ്പസ് ഇൻക്ലൂഡ് ബേസിക് പേ അല്ലെങ്കിൽ, ഓക്കെ, ഇവിടെ പറയുന്ന സാലറി എന്താണെന്ന് നോക്കാം. ഇവിടെ എന്താണ് 50% സാലറി എന്ന് കണ്ടു, നേരത്തെ 10% സാലറി എന്നും കണ്ടു. അപ്പോൾ സാലറി ഫോർ ദിസ് പേർപ്പസ് ഇൻക്ലൂഡ് ബേസിക് പേ, ഡിയർനെസ് അലവൻസ് അല്ലെങ്കിൽ ഡിയർനെസ് അലവൻസ് ആവാം, ഡിയർനെസ് പേയും ആവാം. ഡിയർനെസ് അലവൻസ് ഗിവൺ അണ്ടർ ദ ടേം ഓഫ് എംപ്ലോയ്മെൻറ്റ്, അത് ഗിവൺ അണ്ടർ ദ ടേം ഓഫ് എംപ്ലോയ്മെൻറ്റ് ആവണം. അല്ലാന്നുണ്ടെങ്കിൽ ഡിയർനെസ് പേ അല്ലെങ്കിൽ ഡിയർനെസ് അലവൻസ്. ഓക്കെ, അപ്പോൾ ടേംസ് ഓഫ് എന്താണ് പറയുന്നത്, ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അണ്ടറിലാണ് ഡിയർനെസ് അലവൻസ് വരുന്നതെങ്കിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ എടുക്കാതിരിക്കുക. അപ്പോൾ ഡിയർനെസ് പേ ആണെങ്കിൽ എന്തായാലും വരും, അത് ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അണ്ടറിൽ മാത്രം വരുന്നൊരു കാറ്റഗറിയിൽ വരുന്ന ഡിയർനെസ് അലവൻസ് ആണ് ഡിയർനെസ് പേ എന്ന് വെച്ചാൽ, അതാണെങ്കിൽ വരും. ഡിയർനെസ് അലവൻസ് ആണെങ്കിൽ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അണ്ടറിൽ വരുന്നത് മാത്രമാണെങ്കിൽ എടുക്കുക. ആൻഡ് കമ്മീഷൻ ബേസ്ഡ് ഓൺ എ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ, അതായത് നമുക്ക് സെയിൽസിൻ്റെ ടേൺ ഓവറിൻ്റെ ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് കമ്മീഷൻ എംപ്ലോയർ കൊടുക്കുകയാണെങ്കിൽ അതുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഈ 3 സംഗതികൾ
ബേസിക്, DA ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, കമ്മീഷൻ ഓൺ ടേൺ ഓവർ. 3 പോയിന്റുകളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, നോട്ട്. അപ്പോൾ HRA ഈസ് എക്സംപ്റ്റഡ് ഓൺലി ഇഫ് റെൻറ്റ് ഈസ് പെയ്ഡ് ബൈ ദി SSE. HRA എപ്പോഴേ എക്സംഷൻ കിട്ടുന്നുള്ളൂ? ഇയാൾക്ക് വെറുതെ HRA വാങ്ങുക. ഇയാൾ സ്വന്തം വീട്ടിൽ താമസിക്കുകയാണ്. ആര്? എംപ്ലോയി സ്വന്തം വീട്ടിൽ താമസിച്ചുകൊണ്ട് HRA വാങ്ങുകയാണെങ്കിൽ അയാൾക്ക് ഒരിക്കലും HRAൻ്റെ എക്സംഷൻ കിട്ടില്ല. HRA വിൽ ബി ഫുള്ളി ടാക്സബിൾ. അപ്പോൾ താഴെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ചോദ്യം ശ്രദ്ധിക്കാം. മിസ്റ്റർ രാജ് ഓഫ് കേരള, രാജ് എന്ന് പറഞ്ഞ വ്യക്തി കേരളയിൽ ഉള്ള ആളാണ്. ഈസ് എംപ്ലോയിഡ് ഇൻ മുംബൈ. ഇയാൾ ജോലി ചെയ്യുന്നത് മുംബൈയിലാണ്. ഹി റിസൈഡ്സ് ഇൻ എ ഹൗസ് പേയിങ് എ റെൻറ്റ് ഓഫ് ₹3,000 പെർ മന്ത്. മുംബൈയിൽ ഇയാൾ ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ട്. 3,000 രൂപ പ്രതിമാസം കൊടുത്തിട്ടാണ് താമസിക്കുന്നത്. ഓക്കെ, ഈ സാലറി കൺസിസ്റ്റ് ഓഫ് ബേസിക് പേ ₹15,000 പെർ മന്ത്. ഒരു മാസം 15,000 രൂപയാണ് സാലറി ഒരു മാസം. ഒരു വർഷത്തേക്ക് നമ്മളത് കൺവേർട്ട് ചെയ്യണം ഇൻകം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡിയർനെസ് അലവൻസ് അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആട്ടോ. എത്രയാണ്? 5,000. അത് കഴിഞ്ഞിട്ട് കമ്മീഷൻ കിട്ടുന്നുണ്ട് 2% ഓൺ ടേൺ ഓവർ. ഓക്കെ, ടേൺ ഓവർ ഇയാൾ എത്ര അച്ചീവ് ചെയ്തെന്ന് വെച്ചാൽ 5 ലക്ഷം ടേൺ ഓവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 2% ഇയാൾക്ക് കിട്ടാൻ പോകുന്നത്. എന്ത്? കമ്മീഷൻ. HRA ഇയാൾ വാങ്ങുന്നുണ്ട് 4,000 പെർ മന്ത് വാങ്ങുന്നുണ്ട്. ഓക്കെ, കമ്പ്യൂട്ട് ടാക്സബിൾ HRA. എത്രയാണ് ഇയാൾ HRA കൊടുക്കേണ്ടത് എന്ന് മാത്രം കമ്പ്യൂട്ട് ചെയ്താൽ മതി. HRAൻ്റെ ടാക്സബിൾ എമൗണ്ട് മാത്രം കമ്പ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എക്സംപ്റ്റഡ് ലിമിറ്റ് ഓഫ് HRA ആദ്യം കണ്ടെത്തുക. ഓക്കെ, എക്സംപ്റ്റഡ് ലിമിറ്റ് ഓഫ് HRA കണ്ടെത്തുക. അപ്പോൾ ആക്ച്വൽ HRA ആദ്യം എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് വിൽ ബി എക്സംപ്റ്റ്. അപ്പോൾ ആദ്യം തന്നെ ആക്ച്വൽ HRA എഴുതി വെക്കുക. 48,000 കിട്ടുന്നത്. എത്ര HRA കിട്ടുന്നത്? 4,000 പെർ മന്ത് കിട്ടുന്നത്. 4,000 × 12 എത്രയാണ്? 48,000. അത് കഴിഞ്ഞിട്ട് എക്സസ് റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. അപ്പോൾ ഇവിടുത്തെ സാലറി ഫോർ കമ്പ്യൂട്ടിങ് HRA ഈസ് ബേസിക് പേ അല്ലെങ്കിൽ ബേസിക് സാലറി. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുക? ഡിയർനെസ് അലവൻസ് ഗിവൺ അണ്ടർ ദ ടേം ഓഫ് എംപ്ലോയ്മെൻറ്റ്, അത് അതിൻ്റെ കൂടെ എഴുതുക. അത് കഴിഞ്ഞിട്ട് കമ്മീഷൻ ഓൺ ടേൺ ഓവർ എഴുതുക. ഓക്കെ, അപ്പോൾ ബേസിക് പേ എത്ര വരുന്നത്? ഇയാൾക്ക് 15,000 രൂപയാണ് ബേസിക് പേ വരുന്നത്. അതിനെ പെർ മന്ത് ആയതുകൊണ്ട് 12 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 1,80,000 രൂപ ബേസിക് പേ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഡിയർനെസ് അലവൻസ് വരുന്നത് 5,000 രൂപയാണ് പെർ മന്ത്. 5,000നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 60,000 രൂപ. ഓക്കെ, അത് കഴിഞ്ഞ് കമ്മീഷൻ ഒരു ഫിക്സഡ് എമൗണ്ട് ആണ്, ഒരു പ്രാവശ്യം കിട്ടുന്നുള്ളൂ. അത് പെർ മന്ത് കിട്ടുന്നതല്ല. കഴിഞ്ഞ വർഷം ഇയാൾ 5 ലക്ഷത്തിൻ്റെ സെയിൽസ് നടത്തിയിട്ടുണ്ട്. അതിന് ഇയാൾക്ക് 2% കമ്മീഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ എത്ര വരുന്നു വെച്ചാൽ 10,000 രൂപ കമ്മീഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് സാലറി എന്ന് പറഞ്ഞത്. ഇതിൻ്റെ 10% കാണാം. ഇതിൻ്റെ 10% കാണാം. അപ്പോൾ അത് ഏകദേശം ഒരു 25,000 വരും. ഇതെല്ലാം കൂടി എത്ര ഉണ്ട്? 2,50,000 ഉണ്ട്. 2,50,000ൻ്റെ 10% 25,000. അപ്പോൾ എക്സസ് ഓഫ് റെൻറ്റ് പെയ്ഡ് ഓവർ 10% സാലറിയാണ്. എത്ര ഇയാൾ റെൻറ്റ് കൊടുക്കുന്നത്? റെൻറ്റ് കൊടുക്കുന്നത് 3,000 പെർ മന്ത് ആണ്. ഒരു മാസം 3,000 രൂപ റെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3,000 × 12 എത്ര വരുന്നത്? 36,000. അപ്പോൾ 36,000 രൂപ ഒരു വർഷം റെൻറ്റ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? 10% ഓഫ് സാലറി. സാലറി എന്ന് വെച്ചാൽ ബേസിക്, DA ഫോമിംഗ് അല്ലെങ്കിൽ DA ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് എന്താണ്? കമ്മീഷൻ ഓൺ ടേൺ ഓവർ. അതിൻ്റെ 10% കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് 11,000. ഓക്കെ, അപ്പോൾ 48,000നെ കാട്ടി ചെറുതെന്താണ്? 11,000 ആണ്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? 50% ഓഫ് സാലറി നോക്കുക. അതായത് ഇതിൻ്റെ 50%. കാര്യം എന്താണ്? 50% എടുക്കാൻ കാരണം എന്താണ്? ഇയാൾ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഇയാൾ ജോലി ചെയ്യുന്നത് മുംബൈയിലാണ്. മുംബൈ, ചെന്നൈ, ഡൽഹി, കൊൽക്കത്ത. ഇവിടെയാണെങ്കിൽ 50%, മറ്റു ഭാഗങ്ങളിലാണെങ്കിൽ 40%. അപ്പോൾ ഈ 3 കണ്ടീഷനും നോക്കിയിട്ട് അതിൻ്റെ എമൗണ്ട് എഴുതി വെക്കുക. അതിലേറ്റവും ചെറുത് ഏതാ വരുന്നത്? ചെറുത് വരുന്നത് ഇതാണ്. സോ ഹെൻസ് ദ എമൗണ്ട് എക്സംപ്റ്റഡ് ഈസ് 11,000. അപ്പോൾ ടാക്സബിൾ HRA വിൽ ബി ടോട്ടൽ HRA നമ്മൾ നോക്കിയത്. ടോട്ടൽ HRAയിൽ നിന്ന് എക്സംപ്റ്റഡ് എമൗണ്ട് കുറച്ചാൽ ഇത് മാത്രം നമ്മൾ ടാക്സബിൾ HRA എന്ന് പറഞ്ഞിട്ട് സാലറിൻ്റെ കൂടെ എഴുതിയാൽ മതി. ഓക്കെ, എക്സംപ്റ്റഡ് ലിമിറ്റ് എന്താണ്? നമുക്ക് അത് പാടെ ഒഴിവാക്കിയിട്ട് വേണം ടാക്സബിൾ എമൗണ്ട് എടുത്ത് എഴുതാൻ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. മിസ്റ്റർ മുകുന്ദൻ
പേയ്സ് എ റെൻറ്റ് ഓഫ് ₹4,000 പെർ മന്ത്. അപ്പോൾ മുകുന്ദൻ 4,000 രൂപ റെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇൻ കണക്ഷൻ വിത്ത് ഹിസ് എംപ്ലോയ്മെൻറ്റ് അറ്റ് സേലം, അത് ഇദ്ദേഹം സേലത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ താമസിക്കാനായിട്ടാണ് ഈ 4,000 രൂപ റെൻറ്റ് കൊടുക്കുന്നത്. ഇയാളുടെ ബേസിക് പേ എന്ന് വെച്ചാൽ 10,000 രൂപയാണ്. DA എന്ന് വെച്ചാൽ എത്രയാണ്? 3,000 രൂപയാണ്. HRA എന്ന് വെച്ചാൽ 2,000 രൂപയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കമ്പ്യൂട്ട് ടാക്സബിൾ സാലറിയാണ്. ഓക്കെ, കമ്പ്യൂട്ട് ടാക്സബിൾ സാലറി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ DA എന്ന് പറഞ്ഞിട്ട് വെറുതെ എഴുതിയിട്ടുള്ളൂ. DA ഇസ് നോട്ട് ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ DA നമ്മൾ സാലറി ആയിട്ട്, അതായത് HRA കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ HRൻ്റെ എക്സംഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാലറിയിൽ DA എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എക്സംപ്റ്റഡ് ലിമിറ്റ് ഓഫ് HRA നോക്കാം. അപ്പോൾ ശരിക്കും HRA എത്ര കിട്ടുന്നുണ്ട്? 2,000 പെർ മന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ആക്ച്വൽ HRA ആദ്യം എഴുതുക. ഇവിടെ നിങ്ങൾ ആക്ച്വൽ HRA റിസീവ്ഡ് എന്ന് എഴുതുക. 24,000, 2,000 HRA കിട്ടുന്നത്. 2,000 × 12, ഒരു മാസമാണ് 2,000 കിട്ടുന്നത്. വാർഷികമായിട്ടത് മാറ്റണം. അപ്പോൾ 24,000 വരും. അത് കഴിഞ്ഞിട്ട് എന്താണ്? റെൻറ്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 10% സാലറി. എത്ര റെൻറ്റ് എത്ര കൊടുക്കുന്നത്? റെൻറ്റ് കൊടുക്കുന്നത് ഇയാൾ 4,000 പെർ മന്ത് റെൻറ്റ് കൊടുക്കുന്നത്. 48,000 രൂപ റെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, 10% സാലറി. ഇവിടെ ബേസിക് സാലറി മാത്രമേ എടുക്കുന്നുള്ളൂ. കാര്യം DA എടുക്കുന്നില്ല. DA ഇറ്റ് ഈസ് നോട്ട് ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ദർ ഇസ് നോ കമ്മീഷൻ ഹിയർ ഓൾസോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആകെ ബേസിക് പേ മാത്രമേ എടുക്കുന്നുള്ളൂ. 10,000 × 12 എത്ര വരും? 1,20,000 വരും. അപ്പോൾ 48,000 ഈ 1,20,000 10% കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് 36,000 ആണ്. ഇതെത്ര വരും? ഇവിടെ 12,000 വരും. 48,000 നിന്ന് 12,000 കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് 36,000 രൂപയാണ്. അടുത്തത് നോക്കുക, 40% ഓഫ് 1,20,000. 1,20,000 40% എടുക്കുക. കാര്യം സാലറീൻ്റെ നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാലറീൻ്റെ 40% അവിടെ എടുക്കുന്നത്. നമ്മൾ നേരത്തെ കണക്കിൽ നമ്മൾ 50% എടുത്തു. കാര്യം തരുന്നത് മുംബൈ സിറ്റിയിൽ ഏതെങ്കിലും ഒന്നിലാണെങ്കിൽ നമ്മൾ 50% എടുക്കുക. ഇവിടെ നമ്മൾ എന്താ എടുക്കുന്നത്? ആകെ 40% എടുക്കുള്ളൂ. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് നോക്കുക. അതിൽ ഏറ്റവും ചെറുത് ഏതാണ്? അത് എക്സംപ്റ്റഡ് ലിമിറ്റായിട്ട് എടുക്കുക. അപ്പോൾ ആക്ച്വൽ HRA തന്നെയാണ് ഇവിടെ എക്സംപ്റ്റഡ് ലിമിറ്റ്. കാര്യം അതിനെക്കാട്ടും കൂടുതലാണ് മറ്റ് രണ്ടും. ഓക്കെ, സോ ദി എക്സംപ്റ്റഡ് HRA ഈസ് ₹24,000. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ്. HRA എന്നാണ് കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ HRA എന്താണെന്ന് കണ്ടു. 2 പ്രോബ്ലം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആണ്. ഓക്കെ, അപ്പോൾ നോർമൽ കേസിൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ലിമിറ്റിൽ എക്സംഷൻ കിട്ടുന്ന ചില അലവൻസുകളാണ്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ചില കേസിൽ എക്സംഷൻ കിട്ടുന്നുണ്ട്. ഓൺലി ഫോർ ഗവൺമെൻറ് എംപ്ലോയീസ്. ഓക്കെ, ഗവൺമെൻറ് എംപ്ലോയീസിന് എന്താണ്? അത് എക്സംഷൻ കിട്ടുന്നുണ്ട് അണ്ടർ സെക്ഷൻ 16. ബാക്കി ആർക്കും അത് എക്സംഷൻ കിട്ടുന്നില്ല. ഓക്കെ, ഇനി അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക, സ്പെഷ്യൽ അലവൻസസ് ഫോർ മീറ്റിംഗ് ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചർ ഓഫ് എംപ്ലോയീസ്. സെക്ഷൻ 10 സബ്സെക്ഷൻ 14 റൂൾ 1 പറയുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് അലവൻസസ് ആർ ഗിവൺ ടു മീറ്റ് എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ദ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് ഓഫ് ഹിസ് ഓഫീസ്. ഓക്കെ, അപ്പോൾ ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില ഡ്യൂട്ടികൾ ചെയ്യുമ്പോൾ അതിന് വേണ്ടി കൊടുക്കുന്ന ചില അലവൻസുകളാണ്. ദീസ് അലവൻസ് ആർ എക്സെംപ്റ്റ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ് ബൈ ദി എംപ്ലോയി. അപ്പോൾ ഈ എക്സ്പെൻസുകളൊക്കെ എക്സെംപ്റ്റഡ് ആണ്. എത്ര എമൗണ്ട് ആണോ എംപ്ലോയി സ്പെൻഡ് ചെയ്തിരിക്കുന്നത് അത്രയും എമൗണ്ട് എന്താണ്? എക്സെംപ്റ്റഡ് ആണ്. അതിന് എക്സസ് ആയി കിട്ടുന്ന എമൗണ്ടുകളൊക്കെ എന്താണ്? ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഈ അലവൻസസ് നോക്കാം. ആദ്യം പറയുന്നത് ട്രാവലിംഗ് അലവൻസ് ആണ്. ട്രാവലിംഗ് അലവൻസ്. ഓക്കെ, എനി അലവൻസ് ഗ്രാൻഡഡ് to meet the expenditure incurred on tour or on transfer of duty and included any amount paid in connection with transfer, packing and transportation of personal effect of such transfer. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഓഫ് ഡ്യൂട്ടിക്കോ അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്ഫർ മുഖാന്തരം നമ്മൾ എന്താണ് ട്രാവലിങ്ങിന് വേണ്ടി കൊടുക്കുന്ന അലവൻസ് അതെന്താണ്? എത്രയാണോ ഈ ഒരു എംപ്ലോയി ആ അലവൻസ് കിട്ടിയിട്ട് എത്രയാണോ സ്പെൻഡ് ചെയ്യുന്നത്, അയാൾ ആവശ്യത്തിന് വേണ്ടി എത്രയാണോ സ്പെൻഡ് ചെയ്യുന്നത് അത്രയും എമൗണ്ട് എന്താണ് അയാൾക്ക് എക്സംഷൻ കിട്ടും. സ്പെൻഡ് ചെയ്യാത്ത എമൗണ്ട് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ് അത് ഫുള്ളി ടാക്സബിൾ ആവും. ഓക്കെ, അടുത്ത അലവൻസ് ശ്രദ്ധിക്കുക, കൺവേയൻസ് അലവൻസ് ആണ്. അപ്പോൾ കൺവേയൻസും ട്രാവലിങ്ങും ബേസിക്കലി ഒരു സാധനം തന്നെയാണ്. അപ്പോൾ ട്രാവലിംഗ് കൊടുക്കുക കുറച്ചും കൂടി ലോങ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ സിറ്റിയോ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റോ ഒക്കെ കടന്ന് പോയിട്ട് വേണം നമ്മൾ ഒരു ഡ്യൂട്ടി പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് അതിന് കിട്ടുന്ന അലവൻസ് ആണ് നമ്മൾ നേരത്തെ കണ്ട ട്രാവലിംഗ് അലവൻസിൽ വരുന്നത്. കൺവേയൻസ് നമ്മൾ ഒരു സിറ്റീൻ്റെ ഉള്ളിൽ തന്നെ കറങ്ങാണ്,
ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി കൊടുക്കുന്ന കൺവെയൻസ് അലവൻസ്. അപ്പോൾ എന്താണ് അത് ട്രാവലിങ്ങിൻ്റെ അതേ സ്വഭാവം തന്നെയാണ്, പക്ഷെ എന്താണ് ഡിസ്റ്റൻസ് വിൽ ബി ഷോർട്ടർ ദാൻ ട്രാവലിംഗ് അലവൻസ്. അപ്പോൾ എന്താണ് അതിനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേ കണ്ടീഷൻ തന്നെ വരുന്നത്. എത്രയാണോ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് ആ എമൗണ്ട് എന്ത് കിട്ടും, എക്സംഷൻ കിട്ടും. അടുത്തത് ഡെയിലി അലവൻസ്. ഇനി അലവൻസ് വെദർ ഗ്രാൻഡഡ് ഓൺ ടൂർ ഓർ ഫോർ പീരീഡ് ഓഫ് ജേർണി ഇൻ കണക്ഷൻ വിത്ത് ട്രാൻസ്ഫർ. അതായത് നമ്മൾ ഒരു യാത്ര, ദീർഘയാത്ര ചെയ്ത് അതിന് ഡെയിലി വരുന്ന എക്സ്പെൻസുകൾ, ഇത് ഡെയിലി നമുക്ക് എന്താണ് ഒരുപാട് ചിലവുകൾ വരുന്നുണ്ട്, അതിനായിട്ട് കൊടുക്കുന്ന അലവൻസ് എന്താണ് അതും ഇതേപോലെ തന്നെ എത്രയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അത്ര എമൗണ്ട് എന്ത് കിട്ടും, നമുക്ക് എക്സംഷൻ കിട്ടും. അതേപോലെ അടുത്തതായിട്ടാണ് നമുക്ക് ഹെൽപ്പർ അലവൻസ്. നമ്മൾ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി ഒരു ഹെൽപ്പറെ വെച്ചു, അപ്പോൾ അതിന് വേണ്ടി ഒരു അലവൻസ് കിട്ടുകയാണെങ്കിൽ എന്താണ് അതും ഇതേപോലെ പോർഷൻ എത്രയാണോ സ്പെൻഡ് ചെയ്യുന്നത്, ഹെൽപ്പർക്ക് എത്രയാണോ കൊടുക്കുന്നത് അത്രയും എമൗണ്ട് എന്താണ് എക്സംഷൻ കിട്ടും. ഇപ്പോൾ ഫുള്ള് കിട്ടിയ അലവൻസും ഫുള്ള് ഹെൽപ്പർക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ള് എന്താണ് എക്സംപ്റ്റഡ് ആണ്. അക്കാഡമിക് അലവൻസ്. എനി അലവൻസ് ഗ്രാൻഡഡ് ഫോർ എൻകറേജിങ് അക്കാഡമിക് റിസർച്ച് അതായത് ഇപ്പോൾ ഒരു ടീച്ചറാണെങ്കിൽ PhD എടുക്കാനായിട്ട് അക്കാഡമിക് അലവൻസ് കോളേജ് കൊടുക്കുകയാണെങ്കിൽ എന്താണ് എത്രയാണോ എമൗണ്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ PhDക്ക് വേണ്ടിയിട്ട് അത്രയും എമൗണ്ട് എന്താണ് എക്സംപ്റ്റഡ് ആണ്. യൂണിഫോം അലവൻസ്. ഇപ്പോൾ യൂണിഫോമുള്ള ജോലിയാണെങ്കിൽ യൂണിഫോം അത് മെയിൻറ്റെയിൻ ചെയ്യാനും യൂണിഫോം എന്താണ് അത് ചിലപ്പോൾ എല്ലാ ഓർഗനൈസേഷനും യൂണിഫോമിൻ്റെ മെറ്റീരിയൽ കൊടുക്കുകയായിരിക്കും ചെയ്യുക, ചിലപ്പോൾ അലവൻസ് കൊടുക്കും യൂണിഫോം തയ്ക്കാനും പിന്നെ അതിൻ്റെ മെയിൻ്റനൻസിനൊക്കെ ഉള്ള അലവൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും അലവൻസ് എത്ര വരുന്നുണ്ട്, മൊത്തത്തിൽ 6 അലവൻസ് വരുന്നുണ്ട്. ഈ 6 എണ്ണം എന്താണ് എത്രയാണോ എമൗണ്ട് സ്പെൻഡ് ആക്കിയിരിക്കുന്നത് അത്രയും എമൗണ്ട് എന്ത് കിട്ടും, നമുക്ക് എക്സംഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ സെക്ഷൻ 10 നമുക്ക് നോക്കാനുള്ളത് സ്പെഷ്യൽ അലവൻസസ് ഫോർ മീറ്റിംഗ് പേഴ്സണൽ എക്സ്പെൻസ് ഓഫ് എംപ്ലോയീസ്. അതായത് നേരത്തെ നമ്മൾ കണ്ട ഓഫീസ് എക്സ്പെൻസുകളായിരുന്നു, അതിനാണ് നമ്മൾ എത്രയാണോ എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അത്രയും എമൗണ്ട് നമുക്ക് എക്സംഷൻ കിട്ടിയത്. ഇവിടെ പറയുന്നത് പേഴ്സണൽ എക്സ്പെൻസിനായിട്ട് ചിലപ്പോൾ കമ്പനി എന്തെങ്കിലും അലവൻസുകൾ കൊടുക്കും, അപ്പോൾ അതിനും എന്ത് കിട്ടുന്നുണ്ട്, ചില പോർഷൻ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ പോർഷൻ എക്സംഷനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞ സെക്ഷൻ 10 സബ്സെക്ഷൻ 14(2) ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അലവൻസ്? ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്. അപ്പോൾ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അതായത് കുട്ടികളുടെ പഠനത്തിനായിട്ട് കിട്ടുന്ന അലവൻസിൽ 100 രൂപ ഒരു കുട്ടിക്ക് എന്ത് കിട്ടുന്നുണ്ട്, എക്സംഷൻ കിട്ടും. ഇപ്പോൾ 2 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ 2 കുട്ടികൾക്ക് വെച്ച് 100 രൂപ 200 രൂപ എന്ത് കിട്ടുന്നുണ്ട്, പെർ മന്താണ് കിട്ടുന്നത്. അപ്പോൾ ഒരു വർഷം എത്ര കിട്ടുമെന്ന് വെച്ചാൽ 1200 രൂപ എക്സംഷൻ കിട്ടും. പക്ഷേ മാക്സിമം 2 കുട്ടികൾക്ക് മാത്രമേ കിട്ടുള്ളൂ, 2 കുട്ടികൾക്ക് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ്. കുട്ടികൾക്ക് എന്താണ് താമസിച്ച് പഠിക്കുമ്പോൾ കൊടുക്കുന്ന ഹോസ്റ്റലിന് വേണ്ടി കൊടുക്കുന്ന അലവൻസ്, അത് ഒരു എംപ്ലോയിൻ്റെ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് എംപ്ലോയർ. അപ്പോൾ ഒരു കുട്ടിക്ക് 300 രൂപ വെച്ചിട്ട് എത്ര കുട്ടിക്ക് കിട്ടും, 2 കുട്ടികൾക്ക് വെച്ച് കിട്ടും. ഓക്കെ, 2 കുട്ടികൾക്ക് കിട്ടും. എത്ര കിട്ടും, ഒരു കുട്ടിക്ക് 300 രൂപ വെച്ചിട്ട് പ്രതിമാസമാണ് കിട്ടുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ട്രാൻസ്പോർട്ട് അലവൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതെന്താണ് ഗ്രാൻഡഡ് ടു ആൻ എംപ്ലോയി ടു മീറ്റ് ഹിസ് എക്സ്പെൻഡിച്ചർ ഫോർ ദി പേർപ്പസ് ഓഫ് കമ്മ്യൂട്ടിംഗ് ബിറ്റ്വീൻ പ്ലേസ് ഓഫ് ഹിസ് റെസിഡൻസ് ആൻഡ് പ്ലേസ് ഓഫ് ഹിസ് ഡ്യൂട്ടി. അപ്പോൾ ഇയാൾ വീട്ടിൽ നിന്ന് ഡ്യൂട്ടി സ്ഥലത്തേക്ക് വരാനുള്ള ചിലവിന് വേണ്ടിയിട്ട് എന്താണ് ചിലപ്പോൾ എംപ്ലോയർ ഒരു അലവൻസ് കൊടുക്കും, ട്രാൻസ്പോർട്ട് അലവൻസ്. ആദ്യം അതിന് 1600 രൂപ നോർമൽ പേഴ്സൺസിന് കൊടുക്കുമായിരുന്നു, എക്സംഷൻ കൊടുക്കുമായിരുന്നു. അതായത് 1600 രൂപ പെർ മന്ത് വെച്ചിട്ട് കുറയ്ക്കാമെന്ന് പറയായിരുന്നു. പക്ഷേ പിന്നെന്താണ് ആസ് പെർ നോട്ടിഫിക്കേഷൻ നമ്പർ 17/2018 ഡേറ്റഡ് ഓൺ 6th April 2018 ദി ട്രാൻസ്പോർട്ട് അലവൻസ് ഈസ് ടാക്സബിൾ ഡ്യൂ ടു ഇൻട്രൊഡക്ഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വന്നതുകൊണ്ട് ഇപ്പോൾ ട്രാൻസ്പോർട്ട് അലവൻസ് ഇല്ല. അതായത് നോർമൽ പേഴ്സൺസിന് കൊടുക്കുന്നില്ല, പക്ഷേ ട്രാൻസ്പോർട്ട് അലവൻസ് കൊടുക്കുന്നുണ്ട് ബ്ലൈൻഡും ഡെഫ് ആൻഡ് ഡംബായ ആൾക്കാർക്ക്, കണ്ണ് കാണാത്തതോ ചെവി കേൾക്കാത്തതോ സംസാരിക്കാൻ പറ്റാത്തതോ ആയ ആൾക്കാർക്ക്, വിഷ്വലി ഹാൻഡിക്യാപ്ഡ് ഒക്കെ ആയ ആൾക്കാർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, 3200 രൂപ പ്രതിമാസം വെച്ച് ട്രാൻസ്പോർട്ട് അലവൻസ് ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. പക്ഷേ നോർമൽ സിറ്റിസൺസിന്, ഹാൻഡിക്യാപ്ഡ് അല്ലാത്ത ആൾക്കാർക്ക് എന്ത് കൊടുക്കുന്നില്ല, ട്രാൻസ്പോർട്ട് അലവൻസ് ഇപ്പോൾ കൊടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് അണ്ടർഗ്രൗണ്ട് അലവൻസ്. ഈ അണ്ടർഗ്രൗണ്ട് അലവൻസ് ഓക്കെ, അത് എത്രയാണ് എക്സംഷൻ കിട്ടുന്നത്, 800 രൂപ പ്രതിമാസമാണ് എക്സംഷൻ കിട്ടുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് നോക്കുക അലവൻസ് ഗിവൺ ടു ട്രാൻസ്പോർട്ട് എംപ്ലോയീസ്. അതായത് ട്രാൻസ്പോർട്ട് മേഖലയിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് കിട്ടുന്ന അലവൻസ്. ട്രാൻസ്പോർട്ട് മേഖലയിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് വർക്കിംഗ് ഇൻ എനി ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ലോറി ആവാം, ബസ്സാവാം, എന്തും ആവാം. എനി ഫിക്സഡ് അലവൻസ് ഗിവൺ ബൈ ദി എംപ്ലോയർ ടു ദി എംപ്ലോയീസ് ഹു ഈസ് വർക്കിംഗ് ഇൻ എനി ട്രാൻസ്പോർട്ട് സിസ്റ്റം ടു മീറ്റ് ഹിസ് പേഴ്സണൽ എക്സ്പെൻഡിച്ചർ. അതായത് ഇപ്പോൾ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത്, ഇപ്പോൾ ലോറി ഡ്രൈവേഴ്സൊക്കെ ആണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്തിട്ട് വരുമ്പോൾ എന്താണ് അയാൾക്ക് പേഴ്സണൽ എക്സ്പെൻഡിച്ചറിനായിട്ട് എന്താണ് കൊടുക്കുന്ന അലവൻസ്.
ഓക്കെ, അതിന് എത്ര എക്സംഷൻ കിട്ടുന്നത് നോക്കാം. ഓക്കെ, ഡ്യൂറിങ് ഹിസ് ഡ്യൂട്ടീസ് പെർഫോംഡ് ഇൻ ദ കോഴ്സ് ഓഫ് റണ്ണിങ് ഓഫ് സച്ച് ട്രാൻസ്പോർട്ട് one place to another like railways or airlines is exempt up to 70% of such allowance or 10,000 per month. അതായത് ആ കിട്ടുന്ന അലവൻസിൻ്റെ 70% എക്സംപ്റ്റഡ് ആണ്. 30% മാത്രം അടച്ചാൽ മതി, ടാക്സ് അടച്ചാൽ മതി. അല്ലെങ്കിൽ 10,000 ഏറ്റവും ചെറുത് ഏതാണോ അത്ര എക്സംഷൻ കിട്ടും. ഓക്കെ, ഇപ്പോൾ പറയുകയാണെങ്കിൽ 1,00,000 രൂപ ട്രാൻസ്പോർട്ട് അലവൻസ് കിട്ടുന്ന ആളാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന എക്സംഷൻ 10,000 ആയിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് കിട്ടുന്ന ശരിക്കുള്ള 70%, 70,000 രൂപയാണ് എന്ത് വരിക, എക്സംഷൻ വരിക. അപ്പോൾ ആ 70,000 കുറയ്ക്കാൻ സമ്മതിക്കില്ല, 10,000 വരെ കുറയ്ക്കാൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ അയാൾക്ക് എത്ര ടാക്സ് അടയ്ക്കേണ്ടി വരും? അയാൾ 90,000 രൂപക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കുക, ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസ്. ഫുള്ളി എക്സംപ്റ്റഡ് അതായത് ടാക്സ് അടയ്ക്കാത്ത അലവൻസ്. ഈ അലവൻസിനൊന്നും എന്താ അടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കേ വേണ്ട. അപ്പോൾ ഫുള്ളി എക്സംപ്റ്റഡ് എന്തൊക്കെയാണ് വരുന്നത്? ഫോറിൻ അലവൻസ് പെയ്ഡ് ടു എ ഗവൺമെൻറ് എംപ്ലോയി ബൈ ദി ഗവൺമെൻറ് ടു എൻ ഇന്ത്യൻ സിറ്റിസൺ ഹു ഈസ് റെൻഡറിങ് സർവീസ് അബ്രോഡ്. അതായത് ഒരു ഗവൺമെൻറ് എംപ്ലോയി, ഇപ്പോൾ വിദേശ പ്രതിനിധികളായിട്ട് പോകുന്ന ഗവൺമെൻറ് എംപ്ലോയീസിന് കൊടുക്കുന്ന ഫോറിൻ അലവൻസ്, അതിന് അവരെന്ത് അടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. രണ്ടാമതായിട്ട് സംഷറി അലവൻസ് ടു ഹൈക്കോർട്ട് ഓർ സുപ്രീം കോർട്ട് ജഡ്ജസ്. സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ഹൈക്കോർട്ട് ജഡ്ജസിന് കിട്ടുന്ന സംഷറി അലവൻസിന് എന്ത് അടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട. അലവൻസ് റിസീവ്ഡ് ബൈ എൻ എംപ്ലോയി ഓഫ് ദി UNO ഫ്രം ദി യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. അതായത് UNOൻ്റെ പ്രതിനിധിയായിട്ട് ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് എന്തടയ്ക്കേണ്ട, ആ മുഖാന്തരം കിട്ടുന്നത് ഓക്കെ അലവൻസ് എന്തടയ്ക്കേണ്ട. അലവൻസ് എന്ത് അലവൻസാണ് അവർക്ക് കിട്ടുന്ന എല്ലാ അലവൻസിനും എന്തടയ്ക്കേണ്ട, അവർ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അലവൻസ് റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയി ഓഫ് ദി UNO, അതായത് UNOൻ്റെ പ്രതിനിധിയായിട്ട് ഇന്ത്യയിൽ വന്ന് താമസിച്ച് ജോലി ചെയ്യുന്ന അയാൾക്ക് കിട്ടുന്ന അലവൻസുകൾക്കൊന്നും അയാൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് അലവൻസസ് ടു ഹൈക്കോർട്ട് ജഡ്ജ്, അതായത് ഹൈക്കോർട്ട് ജഡ്ജിക്ക് കിട്ടുന്ന അലവൻസുകൾ അണ്ടർ സെക്ഷൻ 22A സബ്സെക്ഷൻ 2 ആണെങ്കിൽ എന്താണ്, ഈ ഒരു സെക്ഷൻ പ്രകാരം കിട്ടുന്ന അലവൻസുകൾ എന്തടയ്ക്കേണ്ട, അയാൾ ഹൈക്കോർട്ട് ജഡ്ജി ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ശ്രദ്ധിക്കുക. ഇല്ലസ്ട്രേഷൻ 11 ഒരു ചെറിയ ചോദ്യമാണ്. ഫോളോയിങ് ഇൻകംസ് ആർ ഫർണിഷ്ഡ് ബൈ മിസ്റ്റർ മനോഹർ. ഓക്കെ, അപ്പോൾ മിസ്റ്റർ മനോഹർ നമുക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ആണിത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബേസിക് സാലറി എത്രയാണെന്ന് വെച്ചാൽ ഒരു മാസം 18,500 രൂപയാണ് പെർ മന്ത്. ഡിയർനെസ് അലവൻസ് എത്രയാണെന്ന് വെച്ചാൽ ഒരു മാസം 3,700 രൂപയാണ് DA. മെഡിക്കൽ അലവൻസ് എത്രയാണെന്ന് വെച്ചാൽ 3,000 രൂപയാണ് പെർ മന്ത് മെഡിക്കൽ അലവൻസ് ആയിട്ട് കിട്ടുന്നത്. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് എത്രയാണെന്ന് വെച്ചാൽ 400 രൂപയാണ് പെർ മന്ത്. HRA എത്രയാണെന്ന് വെച്ചാൽ, അത് ഇയാൾ കൊൽക്കത്തയിലാണ് താമസിക്കുന്നത്, അവിടെ റെൻ്റ് അടയ്ക്കുന്നുണ്ട്. എത്ര, അവിടെ നിന്നുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്, 3,000 രൂപയാണ് കൊൽക്കത്തയിൽ ഇയാൾ റെൻ്റ് അടയ്ക്കുന്നത്. HRA എത്ര കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ, അലവൻസ് എത്ര കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ 4,300 പെർ മന്ത് കിട്ടുന്നുണ്ട്. കൺവേയൻസ് അലവൻസ് കിട്ടുന്നത് 450 പെർ മന്ത് കൺവേയൻസ് അലവൻസ് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹെൽപ്പർ അലവൻസ് എത്ര വരുന്നതെന്ന് വെച്ചാൽ 300 പെർ മന്ത് കിട്ടുന്നുണ്ട്. ശരിക്കും ഇയാൾ ഒരു വർഷം 3,000 രൂപ ചിലവാക്കിയിട്ടുണ്ട്. 300 പെർ മന്ത് ഇയാൾക്ക് ഹെൽപ്പറിന് വേണ്ടിയിട്ട് അലവൻസ് കിട്ടുന്നുണ്ട്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടുന്നത് ഒരു ചൈൽഡ് ഉള്ളൂ ഇയാൾക്ക് 200 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. കമ്മീഷൻ എത്ര കിട്ടുന്നതെന്ന് വെച്ചാൽ 350. പിന്നെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എത്ര വരുന്നതെന്ന് വെച്ചാൽ 800 രൂപ. ഇയാൾ ഗവൺമെൻറ് എംപ്ലോയി ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇയാളുടെ ഗ്രോസ് സാലറി കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ പോയിന്റുകളും കൃത്യമായിട്ട് നിങ്ങളൊന്ന് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ഇയാളുടെ ബേസിക് സാലറി എഴുതി വെക്കുക. അപ്പോൾ 18,500 × 12, 18,500 × 12 എന്ന് പറഞ്ഞിട്ട് 2,22,000 രൂപ എഴുതി വെക്കുക. അതാണ് ഒരു വർഷത്തിൽ ഇയാൾക്ക് കിട്ടുന്ന ബേസിക് സാലറി. അത് കഴിഞ്ഞിട്ട് DA എത്രയാണ് കിട്ടുന്നത് ഇയാൾക്ക്? 3,700 രൂപയാണ് DA എല്ലാ മാസവും കിട്ടുന്നത്. അപ്പോൾ അതിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതി വെക്കുക. ഓക്കെ, 44,400. അത് കഴിഞ്ഞ് മെഡിക്കൽ അലവൻസ് ഇയാൾക്ക് കിട്ടുന്നുണ്ട്. മെഡിക്കൽ അലവൻസിന് എന്തില്ല, ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ അലവൻസ്. ഓക്കെ, അപ്പോൾ അതിന് എക്സംഷൻ ഒന്നും കിട്ടില്ല. അത് എത്ര കിട്ടുന്നത് ഇയാൾക്ക്? 300 പെർ മന്താണ് മെഡിക്കൽ അലവൻസ് കിട്ടുന്നത്. അപ്പോൾ 3,600 എന്ന് എഴുതി വെക്കുക. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് കിട്ടുന്നുണ്ട്. എത്ര കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു മാസം 400 രൂപയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 4,800 എന്ന് എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇയാൾക്ക് HRA കിട്ടുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇവിടെ HRA കൊടുത്തിട്ടുണ്ട്. HRAൻ്റെ എമൗണ്ട് വരുന്നത് 51,600 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ എക്സംഷൻ കൊടുത്തിരിക്കുന്നത് 13,800 ആണ്, 13,800 ആണ്. അതെങ്ങനെ കിട്ടിയെന്ന് നമുക്കൊന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ എമൗണ്ട് ഓഫ് എക്സംഷൻ ഫ്രം HRA എത്ര കിട്ടിയിരിക്കുന്നത് നമുക്ക് നോക്കണം. അപ്പോൾ ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA ആദ്യം എഴുതി വെക്കുക. ആക്ച്വൽ എമൗണ്ട്
എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ ഓക്കെ, ഇപ്പോൾ ആക്ച്വൽ എമൗണ്ട് വരുന്നത് 4300 ഇൻറ്റു 12 എമൗണ്ട് വരുന്നത് 51,600. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എഴുതി വെച്ചിട്ട് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 10% സാലറി എന്ന് എഴുതുക. അപ്പോൾ 36,000 റെൻറ്റ് പെയ്ഡ്. കാര്യം 3000 രൂപയാണ് പെർ മന്ത് റെൻ്റായിട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 10% ഓഫ് സാലറി. ഇവിടെ DA ഇസ് നോട്ട് ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. DA എന്താണ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൻ്റെ കൂടെ വരുന്നതല്ല, അതുകൊണ്ട് അത് ഉപേക്ഷിക്കുകയാണ്. അതേപോലെ എന്താണ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ ഇവിടെ വരുന്നില്ല. അപ്പോൾ ഇവിടെ ആകെ ബേസിക് സാലറി മാത്രമേ ഉള്ളൂ. അപ്പോൾ ബേസിക് സാലറി വരുന്നത് 2,22,000 ആണ്. ഓക്കെ, ടോട്ടൽ വർഷത്തിൽ വരുന്നത്. അതിൻ്റെ 10% എത്ര വരും? 36,000 മൈനസ് 22,200 വരും. അപ്പോൾ എമൗണ്ട് വരുന്നത് 13,800 ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കണ്ടീഷൻ നോക്കുക. ഇയാൾ താമസിക്കുന്ന എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അപ്പോൾ 50% ഓഫ് സാലറി എടുക്കുക. 50% ഓഫ് സാലറി. ഓക്കെ, അപ്പോൾ സാലറി എത്രയാണ്? 2,22,000. 50% ഓഫ് സാലറി 2,22,000. ഓക്കെ, എത്ര വരുന്നു വെച്ചാൽ 1,11,000. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറുത് ഏതാണ്? ഇത് 51,000 ആണ്. ഇത് 1,11,000 ആണ്. ഏറ്റവും ചെറുത് ഏതാണ്? ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അവരവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ exempted HRA is 13,800. ഓക്കെ, അതാണ് ഇവിടെ HRA എഴുതി 51,600 രൂപയാണ് HRA വരുന്നത്. എക്സംഷൻ എഴുതിയിരിക്കുന്നത് എത്രയാണ്? 13,800 ആണ്. അപ്പോൾ 51,600 നിന്ന് 13,800 കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് 37,800 ആണ്. ഓക്കെ, ഇനി അടുത്തത് ഹെൽപ്പർ അലവൻസ് ആണ്. അത് 3,600 കിട്ടുന്നത്. കാര്യം ഇയാൾക്ക് ഒരു മാസം 300 രൂപ വെച്ചിട്ടാണ് ഹെൽപ്പർ അലവൻസ് കിട്ടുന്നത്. ഇയാൾ ടോട്ടലി സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 3,000 രൂപയാണ്. ഒരു വർഷം ടോട്ടലി സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 3,000 രൂപയാണ്. അപ്പോൾ 3,600 നിന്ന് 3,000 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 600 രൂപയാണ്. അതാണ് ടാക്സബിൾ എമൗണ്ട്. അത് കഴിഞ്ഞിട്ട് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ഇയാൾക്ക് ഒരു കുട്ടിക്ക് കിട്ടുന്നത് 200 രൂപയാണ് പ്രതിമാസം. അപ്പോൾ 200 ഇൻറ്റു 12 2,400 കിട്ടുന്നുണ്ട്. ഇയാൾക്ക് ഒരു കുട്ടിയേ ഉള്ളൂ. അപ്പോൾ ഒരു കുട്ടിക്ക് 100 രൂപ വെച്ച് കിട്ടും. അപ്പോൾ 100 ഇൻറ്റു 12 എത്രയാണ്? 1,200 രൂപ ഇയാൾക്ക് എക്സംഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ് 1,200 രൂപ എന്താണ് ടാക്സബിൾ ആണ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കംപ്ലീറ്റ്ലി ടാക്സബിൾ ആണ്. ഇയാൾക്ക് കിട്ടുന്നത് കംപ്ലീറ്റ്ലി ടാക്സബിൾ ആണ്. അതേപോലെ കമ്മീഷൻ എന്താണ്? കംപ്ലീറ്റ്ലി ടാക്സബിൾ ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, കമ്മീഷൻ പെർസെൻറ്റേജിലല്ല കൊടുത്തിരിക്കുന്നത്. കമ്മീഷൻ ഓൺ ടേൺ ഓവർ അല്ല ഇവിടെ വരുന്നത്. കമ്മീഷൻ ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കമ്മീഷൻ എന്താണ്? അത് നമ്മൾ നേരത്തെ HRA കാണുന്ന നേരത്തെ എക്സംഷനിൽ നമ്മൾ കമ്മീഷൻ കണ്ടിട്ടില്ല സാലറിയിൽ. ഓക്കെ, കാര്യം എന്താണെന്ന് വെച്ചാൽ കമ്മീഷൻ ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്ന 3,28,200 ആണ് എന്ത് വരുന്നത്? ഗ്രോസ് സാലറി വരുന്നത്. താഴെ നിങ്ങൾ ശ്രദ്ധിക്കുക, കൺവെയൻസ് അലവൻസ് ഈസ് നോട്ട് ടാക്സബിൾ അസ്യൂമിങ് ദാറ്റ് ദി എമൗണ്ട് ഈസ് ഫുള്ളി സ്പെൻഡ്. കാരണം ഇവിടെ കൺവെയൻസ് അലവൻസ് നമ്മൾ നേരത്തെ കണ്ടത് എന്താണ്? നമ്മൾ എടുത്ത് എഴുതിയിട്ടില്ല. ക്വസ്റ്റ്യനിൽ എന്തില്ല, അല്ല നമ്മളെ ഈ സൊല്യൂഷനിൽ കൺവെയൻസ് അലവൻസ് കാണുന്നില്ല. കാര്യം നമ്മൾ അസ്യൂം ചെയ്യാണ്. കാര്യം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കൺവെയൻസ് അലവൻസ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ആ ഒഫീഷ്യൽ കിട്ടിയ കൺവെയൻസ് അലവൻസ് അല്ലെങ്കിൽ എന്താണ് അത്തരം ഒഫീഷ്യൽ അലവൻസുകൾ കംപ്ലീറ്റ്ലി നമ്മൾ സ്പെൻഡ് ചെയ്തു എന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളത് ഗ്രോസ് സാലറിയിൽ ആഡ് ചെയ്തിരിക്കുക. അല്ലെങ്കിൽ പറയൂ ഇത്ര എമൗണ്ട് ആണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഹെൽപ്പർ അലവൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യനിൽ 3,000 രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കൺവെയൻസ് അലവൻസ് നമ്മളത് എന്താണ് ഇവിടെ ഗ്രോസ് സാലറിയിലേക്ക് എടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാലറിയിലെ ഫസ്റ്റ് പാർട്ടിൽ അലവൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ.